UDF കൺവീനർ അടൂർ പ്രകാശിന് കുരുക്കായി സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. സ്വന്തം മണ്ഡലത്തിലെത്തിയ ആൾ എന്ന തരത്തിലുള്ള പരിചയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളത് എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത്. എന്നാൽ ബംഗളൂരുവിൽ വെച്ചും ഇവർ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളും പോറ്റി അടൂർ പ്രകാശിന് സമ്മാനം കൈമാറുന്നതിന്റെ ചിത്രങ്ങളുമാണ് പുറത്തുവന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള ചിത്രങ്ങളിൽ പോറ്റിയുടെ സുഹൃത്തായ രമേശ് റാവുവും ഒപ്പമുണ്ട്. എന്നാൽ പോറ്റി തന്ന കവറിൽ സ്വർണ്ണക്കൊള്ളയുടെ പങ്കല്ലെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം. കവറിലുണ്ടായിരുന്നത് ഈന്തപ്പഴമായിരുന്നു. പോറ്റി കൊള്ളസംഘക്കാരനാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം ചിത്രങ്ങൾ പുറത്തുവന്നതിൽ കോൺഗ്രസിൽ തന്നെ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന സംശയവും അടൂർ പ്രകാശ് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു, ഇങ്ങനെ ഇന്നയാളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്, ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. അത് വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാനത് ഒന്നും മറച്ചുവെക്കാൻ വേണ്ടിയല്ല. സ്വർണ്ണക്കൊള്ളയിൽ UDFന് തിരിച്ചടിയാകുന്ന സാഹചര്യം ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. ആരെങ്കിലും പോറ്റിയെ കണ്ടു എന്നതിലല്ല കാര്യമെന്നും KC ജോസഫ് പറഞ്ഞു. ആരെങ്കിലും കണ്ടില്ലെന്നുള്ള സാധാരണ സംഭവം അദ്ദേഹത്തിന്റെ കാര്യം പറയണം. പക്ഷെ അതുകൊണ്ട് കേസ് മാറാൻ പറ്റും. ഇത് അതിനേക്കാൾ എത്രയോ പുതിയ മാനങ്ങളിലേക്ക് വരുന്നു. സുപ്രീം കോടതി പോലും പല കമന്റുകൾ കണ്ടില്ല. ഒരാളിനെ കണ്ടില്ല, അതുകൊണ്ടൊന്നും ഇതിനെ സാധിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ മാനങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുക. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതി. നമ്മളൊക്കെ ഒരു നേർച്ചക്കാശ് 10 പൈസ വഴി കിടന്നെടുത്ത് നേർച്ചപ്പെട്ടിട്ടുന്നല്ലാതെ എടുത്തുകൊണ്ടാലും പോകും. വിശ്വാസമുള്ള ആൾക്കാർ, കോടതി പറഞ്ഞ പോലെ ശബരിമലയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ, അവർ തന്നെ ഇത്രയും വലിയ ഈ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുമെന്ന് പറഞ്ഞാൽ അത് പുറത്തു വരട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.